السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അവസാനിപ്പിച്ചത്. ഈ ഒരു ഹദീസാണ് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇമാം ഖതീബ് തിബ്രിസി റഹ്മത്തുള്ളാഹി അലൈഹിയും കൊണ്ടുവന്നിട്ടുള്ളത്. ഇമാം ബുഖാരിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഈ ഒരു ഹദീസിനെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുസന്നിഫീങ്ങൾക്ക്, പ്രത്യേകിച്ച് കിതാബുകൾ രചിക്കുന്ന ആളുകൾക്ക് ഹദീസിൻ്റെ വിഷയത്തിൽ കിതാബുകൾ രചിക്കുമ്പോൾ ഈ ഒരു ഹദീസ് തുടക്കത്തിൽ കൊണ്ടുവരണമെന്ന് ഇബ്നു മഹ്ദി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ, തംബീഹൻ ലിത്വാലിബി അലാ തസ്ഹീഹി നിയ്യ. ഹദീസ് പഠിക്കുന്ന ഏറ്റവും നല്ല വിജ്ഞാനീയമാണല്ലോ ഹദീസ് വിജ്ഞാനീയം. അത് പഠിക്കുമ്പോഴും തസ്ഹീഹൻ നിയ്യത്ത് ശരിയാക്കുക എന്നതിലേക്ക് ഉണർത്തിക്കൊണ്ട് ഈ ഒരു ഹദീസ് തുടക്കത്തിൽ കൊണ്ടുവരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ഒരു ഹദീസിൽ നിസ്ഫുൽ ഇൽമ് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിൻ്റെയും കർമ്മകാണ്ഡമാണല്ലോ നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തില്ലാതെ ഒരുപാട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിസ്ഫുൽ ഇൽമ് ഈ ഒരു ഹദീസിൽ ഉൾക്കൊള്ളുന്നു എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. പിന്നീട് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നിയ്യത്തിൻ്റെ ഹുക്മുകളാണ്. നിയ്യത്ത് ഇബാദത്തിൻ്റെ സിഹത്തിന് ഷർത്താണോ അല്ലെങ്കിൽ കമാലിൻ്റെ ഷർത്താണോ എന്നുള്ള ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറയുന്നത് നിയ്യത്ത് ഷർത്ത് തന്നെയാണ്. നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ നിയ്യത്ത്. അത് വളരെ വിശാലമായ ചർച്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൂടുതലൊക്കെ പഠിക്കാവുന്നതാണ്. ഇതാ ഇവിടെ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹുവ സുലുസുൽ ഇസ്ലാം. ഇബ്നു മഹ്ദി പറയുന്നു, യംബഗി ലിമൻ സന്നഫ കിതാബൻ അൻ യബ്ദഅ ഫീഹി ബിഹാദൽ ഹദീസ് തംബീഹൻ ലിത്വാലിബി അലാ തസ്ഹീഹി നിയ്യ. അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇനി വേറെ വിഷയം എന്താ വെച്ചാൽ, എല്ലാ വിഷയത്തിലും നിയ്യത്ത് വേണം. നമ്മുടെ ഇബാദത്തുകൾ, ഇപ്പോൾ നിസ്കാരം പോലെയുള്ള നിസ്കാരം, വുളൂ, കുളി, അതുപോലെ തന്നെ ഇതൊക്കെ നിയ്യത്ത് കൊണ്ടാണ് ശരിയാകുന്നത്. എന്നാലും നിയ്യത്ത് സിഹത്തിന് നിയ്യത്ത് ഷർത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മൊത്തം ഇബാദത്താണല്ലോ. പക്ഷെ എല്ലായിടത്തും നിയ്യത്ത് വേണമെന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയെ കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്ത് ചെയ്യുന്ന സമയത്തും ഒരു നിയ്യത്ത് വെക്കും. നല്ലൊരു നിയ്യത്ത്. ഞാനിപ്പോൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൽമ പഠിക്കാൻ, ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നിയ്യത്ത് CH ഉസ്താദിനെ കുറിച്ചൊക്കെ പറയലുണ്ട്. അപ്പോൾ നിയ്യത്ത് അനുസരിച്ച് പോലെ നിയ്യത്ത് പോലെ മയ്യത്ത് എന്നുള്ളതാണ്.
അപ്പോൾ അതാണ് ആ വിഷയങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഹദീസിൻ്റെ കിതാബുകളൊക്കെ പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആശയങ്ങളൊക്കെ പഠിക്കാം. ഇനി കിതാബുൽ ഈമാനാണ് പഠിക്കാനുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. പിന്നെ ഇപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മജ്മു അല്ലെങ്കിൽ മക്തൂബ് ഫിൽ ഹദീസിൽ വാരിദ എന്നൊക്കെയാണ് കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈമാൻ എന്ന് പറഞ്ഞാൽ ലുഗതൻ അത്തസ്ദീഖ് അല്ലേ, ശറഈൽ തസ്ദീഖ് റസൂൽ ഫീമാ ജാഅ ബിഹി റബ്ബിഹി. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തരീഫുകൾ. ഇനി ഈമാനിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഭാഗം ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈമാൻ്റെ ശരിക്കും താരീഫ് എന്താ വെച്ചാൽ ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, നത്ഖുൻ ബിൽ ലിസാൻ, അമലുൻ ബിൽ അർക്കാനി. അതുകൊണ്ട് തന്നെ ഈമാന് പൂർത്തിയാകണമെങ്കിൽ അമലും വേണം. എന്നാൽ വിവിധ വിഘടിത കക്ഷികളൊക്കെ പറയുന്നത്, മുർജിഅ വിഭാഗം പറയുന്നത് ഇഅ്തിഖാദും നുത്ഖും മതിയെന്നാണ്. കറാമിയാക്കൾ പറയുന്നത് നുത്ഖ് മാത്രം മതി. മുഅ്തസിലത്തും പറഞ്ഞത് അമലുമാണ് നുത്ഖുമാണ് ഇഅ്തിഖാദും. ആ മുഅ്തസിലത്തും അഹ്ലുസുന്നയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുഅ്തസിലത്ത് പറയുന്നത് അഅ്മാല് ഈമാന് ശരിയാവാനുള്ള ഷർത്താണ്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താ, കമാലിനുള്ള ഷർത്താണ്. ഈമാൻ്റെ കമാലിനുള്ള ഷർത്താണ്. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചകളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇനിയൊക്കെ പഠിക്കാമല്ലോ അത്. അപ്പോൾ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈന നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ അടുത്തുള്ള കിതാബ് ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചതും ഒക്കെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആ വലിയ ഈ ഉറുദു ടൈപ്പ് എഴുത്തുള്ള ഫാരിസി ടൈപ്പ് എഴുത്തുള്ള കിതാബാണ്. ആ കിതാബാണെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ വരുന്ന റാവിമാരെ, സഹാബികളായാലും താബികളായാലും ഒക്കെ അവരെ റാവിമാരെ ഒരു വിശദീകരണം നിങ്ങൾക്ക് ഇവിടെ കാണാം, മിഷ്കാത്തിൻ്റെ അവസാനത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു റാവി വന്നു കഴിഞ്ഞാൽ മറപ്പിക്കും, കിതാബ് മറപ്പിച്ചിട്ട് ആ റാവിനെ കുറിച്ച് വായിച്ചിട്ട് പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ എന്ത് ചെയ്യും, നേരെ അപ്പുറത്തേക്ക് മറപ്പിക്കും, എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് വായിക്കും. പിന്നെ ഉമർ റളിയല്ലാഹു വരുമ്പോൾ വായിക്കുമല്ലോ. പിന്നെ ഓരോ പുതിയ സഹാബി അല്ലെങ്കിൽ പുതിയ താബി വരുമ്പോഴും അവരെക്കുറിച്ച് പഠിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ മുമ്പത്തെ ഹദീസല്ലേ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തിൻ്റെ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഏതായാലും ഇത് തൊലാ അലൈന റജുലുൻ ഷദീദു ബയാദി സിയാബി ഷദീദു സവാദി ഷഅരി ലാ യുറാ അലൈഹി അസറു സഫരി. അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത്, വലാ യഅരിഫു മിന്ന അഹദുൻ ഹത്താ ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി വവദഅ കഫൈഹി അലാ ഫഖദൈഹി. എന്നൊക്കെ അറിയാലോ അല്ലേ. وقال يا محمد أخبرني عن الإسلام قال الإسلام أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا قال صدقت ഫഅജ്ബ്ന ലഹു യസ്അലുഹു വയുസദ്ദിഖുഹു. എന്താ ഫഅജ്ബ്ന ലഹു എന്ന് പറഞ്ഞാൽ എന്താ, അവരൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു.
എൻ്റെ ആശയം നോക്കി. യസ്അലുഹു വയസുദ്ദീഖുഹു. അപ്പോൾ അങ്ങനെ ചോദിക്കണ വാസ്തവമാണ്, നിങ്ങൾ പറഞ്ഞത് ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫഅഖ്ബിർനി അനിൽ ഈമാൻ ഖാല അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി ഖാല സദഖ്ത. ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്നർത്ഥം. നമ്മൾ ഈ തസവൂഫിനെ കുറിച്ച് പറയില്ലേ, അതാണ് ശരിക്കും ഇഹ്സാൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അതാണ് തസവൂഫ് എന്ന് പറഞ്ഞാൽ ഇഹ്സാനാന്ന് പറയാറുണ്ട്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക ഫഅഖ്ബിർനി അനിസ് സാഅ ഖാല മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ. ചോദിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ജിബ്രീലല്ല, ബിഅലമ മിനസ് സാഇൽ ചോദിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ, ബിഅലമ മിനസ് സാഇൽ ചോദിച്ചതാര്, ജിബ്രീൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും അതിൽ സമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇസ്തിറാഖു ഫിൽ ഇൽമി വഹുമാ മുതസാബിയാനി ബിൻതിഫാഇഹി. മനസ്സിലായോ? അൻ തലിദൽ അമതു റബ്ബതഹാ. അപ്പോൾ ഉമ്മഹാത്ത് എന്ത് ചെയ്യും? അതിൻ്റെ ആശയം എന്താ വെച്ചാൽ, അമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അടിമ സ്ത്രീ അതിൻ്റെ യജമാനയെ പ്രസവിക്കലാണ്. അതാണ് അതിൻ്റെ ഭാഷാർത്ഥം. എന്നവിടെ നോക്കി, ഐ കഅന്നൽ ഉമ്മഹാത്തി യലിദിന മവാലിഹിന്ന എന്ന് പറഞ്ഞാൽ മക്കളിൽ മാതാപിതാക്കളെ ധിക്കരിക്കൽ വർദ്ധിക്കും. അപ്പോൾ ഒരു കുട്ടി സ്വന്തം ഉമ്മയോട് പെരുമാറും മുആമലത്തെ സയ്യിദി അമതഹു. ഒരു യജമാനൻ തൻ്റെ അടിമ സ്ത്രീയോട് പെരുമാറുന്നത് പോലെ ഒരു കുട്ടി ഉമ്മയോട് പെരുമാറും. ഈ പ്രയോഗം എന്തായിരിക്കാം? മജാസ് ആയിരിക്കാം. ഉമ്മഹാത്തി യലിദിന മവാലിഹിന്ന അല്ലെങ്കിൽ തൻ തരിതൽ അമതു റബ്ബതഹ എന്നുള്ളത് ആ ഒരു പ്രയോഗത്തിൻ്റെ മജാസ് ആയിരിക്കാം. ഇതിന് ഒരുപാട് ആശയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ അവിടെ പറഞ്ഞില്ലേ, കഅന്നൽ ഉമ്മഹാത്തി യലിദിന മവാലിഹിന്ന എന്ന് പറയുന്ന വിഷയം. ഉമ്മമാർ അവരുടെ യജമാനന്മാരെ പ്രസവിക്കും, അതാണ് അതിൻ്റെ ആശയം. എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ എന്ത് ചെയ്യുന്ന, ഉഖൂഖ് ചെയ്യുന്ന അവസ്ഥ വർദ്ധിക്കും. അതൊരാശയമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കണ്ടെത്താം. വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത റിആ അശ്ശാഇ. എന്താ ഹുഫാത്ത് ഉറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫിൻ്റെ ജമ്മാണ് ഹുഫാത്ത്, ചെരുപ്പില്ലാത്തവൻ. ഉറാത്ത് എന്ന് പറഞ്ഞാൽ ആലിൻ്റെ ജമ്മാണ് മല്ലാ കിസ്വത്തല. ഇങ്ങനത്തെ ആലത്ത് എന്ന് പറഞ്ഞാൽ, ആലത്ത് എന്ന് പറഞ്ഞാൽ ജമ്മു ആയില്. ആയില് എന്ന് പറഞ്ഞാൽ ഫക്കീർ എന്നർത്ഥം. അപ്പോൾ അല്ല മിജ്ദിക്കീമം ഫാവ വജദക്കോലം ഫാന. യതതാവലൂന ഫിൽ ബുന്യാനി. എന്താ യതതാവലൂന എന്ന് പറഞ്ഞാൽ? യതതാവലൂന എന്ന് പറഞ്ഞാൽ യതഫാഖറൂന ഫിൽ ബുന്യാനി, നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ. ഖാല സുമ്മൻ തലഖ, പിന്നെ പോയി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി. ഫലബിസ്തു മലിയ, ഞാൻ എന്ത് ചെയ്തു? എന്താ മലിയ എന്ന് പറഞ്ഞാൽ? ഐ സമാനൻ തൊവീല, കുറച്ച് എന്ത് ചെയ്തു? കുറച്ച് സമയം ഇങ്ങനെ നിന്നു, അതാണ്. സുമ്മ ഖാലില യാ ഉമർ, ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മുണ്ടാതെ നിന്നു. മൂപ്പര് പോയല്ലോ. യാ ഉമർ അത്തദ്രീ മനിസ് സാഇൽ ഖുൽതു അല്ലാഹു വറസൂലുഹു അലം ഖാല ഫഇന്നഹു ജിബ്രീൽ അതാക്കും യുഅല്ലിമുക്കും ദീനുക്കും. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇനി മൂന്നാമത്തെ ഹദീസ്, ഈ ബാബിൽ രണ്ടാമത്തെ ഹദീസ്. മനസ്സിലായോ? ഈ ബാബിൽ രണ്ടാമത്തതല്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഹദീസ് ഇതിൻ്റെ ബാക്കി തന്നെയാണ്. ഈ അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത് ചെറിയൊരു വ്യത്യാസത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ട് ഈ ഹദീസ്
എന്താണ് ആ വ്യത്യാസം? ഇദാ റഅയ്തൽ ഹുഫാത്തൽ ഉറാത്ത സുമ്മൽ ബുക്കുമ, മുലൂക്കൽ അർളായി കഴിഞ്ഞാൽ ഫി ഖംസിൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ് സുമ്മ ഖറഅ ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅത്തി വയനസിലുൽ ഖൈസ്. അപ്പോൾ ഇവിടെ അഥവാ ഫി ഖംസീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫി ഖംസീൻ ഐ ഇൽമു വഖ്തി സാഅത്തി ദാഖിലുൻ ഫി ഖംസീൻ. ഇവിടെ ഇപ്പോൾ സാഅത്തിനെ കുറിച്ചല്ല ചോദിക്കണത്, അന്ത്യനാളുമായി ബന്ധപ്പെട്ട ചർച്ച അതെവിടെയാണ്? ആ 5 കാര്യങ്ങൾ പ്രവേശിക്കുന്നതാണ്. അത് ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടെ മുമ്പ് പറഞ്ഞ എന്താണ്? എന്താണ് മൽ മസ്ഊലു അഅലമു സായിൽ എന്ന് പറഞ്ഞതിന് പകരം ഈ റിവായത്തിലുള്ള എന്താണ്? ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. അപ്പോൾ സുമ്മ ഖറഅ ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅത്തി വയനസിലുൽ ഖൈസ്, അത് ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടിലുള്ളതാണ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ ബാക്കിൽ നോക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തബിഉ സുന്നയാണ്. ആരാ? മുഹ്യിസുന്ന ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി. മുത്തബിഉ സുന്ന ഇബ്നു ഉമർ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഇഖാമു സ്വലാ വ ഇതാഇ സക്കാത്ത് വൽ ഹജ്ജ് വ സൗമി റമളാൻ. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم الإيمان بضع وسبعون شعبة. ഈമാനിന് വ്യത്യസ്ത ശാഖകളുണ്ട്, 70 ചില്ലാനും ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖി. അപ്പോൾ ഈമാന് വ്യത്യസ്ത ശാഖകളുണ്ട്. അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പല വിധേന ഉണ്ടാവും കേട്ടോ. അതിലേറ്റവും താഴ്ന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരളവിന് ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. പലതും ആവാം ചെറുതിന് കേട്ടോ. ഇമാത്തത്തുൽ അദാനി ത്വരീഖി, വഴിയിൽ നിന്ന് തടസ്സത്തെ നീക്കി കൊടുക്കുക. അപ്പോൾ ഈമാനിൻ്റെ സമറത്തുകളാണ്. ഈമാന് ബിദുഉൻ വസബഊന ശുഅബ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ സമറത്തുകൾ എന്നർത്ഥം കേട്ടോ. ശുഅബ എന്ന് പറഞ്ഞാൽ ശാഖകൾ, ഒരു മരത്തിൻ്റെ കൊമ്പുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഈമാൻ ഒരു മരം തന്നെയാണ് കേട്ടോ, അതിൻ്റെ വ്യത്യസ്ത ശാഖകളാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മരം ഇല്ലാതെ ശാഖ ഇല്ലല്ലോ, വേരും വേണ്ട മരത്തിന്. അപ്പോൾ ഒരാൾ പറയാണ്, ഇപ്പോൾ നമുക്ക് സാമൂഹ്യ സേവനം മാത്രം മതി, എന്ത് വേണ്ട, മറ്റുള്ളൊന്നും വേണ്ട, അതുകൊണ്ടൊക്കെ കീച്ചിലാകെ പോകുമെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈമാന് വ്യത്യസ്ത ശാഖകളുണ്ട് എന്നുള്ളതാണ്. അത് ഈമാനിൻ്റെ ശാഖ, ഈമാനിൻ്റെ ഫലങ്ങളൊക്കെ ആകാം എന്ന് കരുതിയിട്ട് ഈമാൻ തന്നെ മരമാണല്ലോ, മരം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിസ്കരിക്കും നോമ്പൊക്കൊന്നും വേണ്ട, നമുക്ക് സാമൂഹിക പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ മദർ തെരേസ ഒരുപാട് എന്താ പറയുക സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തവരല്ലേ. അപ്പോൾ അത് അയച്ചിട്ട് ഈമാനാവില്ല, മനസ്സിലായോ? ഈമാനും ആദ്യം വേണം. ഇനി വൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്ന് പറയുന്നത്, ഉളുപ്പ് എന്ന് പറഞ്ഞാൽ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിൻ്റെ ഒരു ശാഖയാകുന്നു. ഹയാ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്വഭാവമാണ്. അത് ഖുൽഖുൻ യബ്അസു അലാ ഇജ്തിനാബിൽ ഖബീഹി, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് തടയുന്ന ഒരു സ്വഭാവമാണ്. മനസ്സിലായോ? അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. അപ്പോൾ ഹയാഇനെ ഈമാൻ എന്നുകൊണ്ട് വിളിക്കുന്നത് എന്താണ്? അപ്പോൾ ഹയാ എന്ന് പറഞ്ഞാൽ ഈമാനല്ല, പക്ഷെ ഈമാനിൻ്റെ ഒരു ശാഖയാണെന്ത്?
ഹയാ. ഇനി وعن عبد الله بن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم المسلم من سلم المسلمون من لسانه ويده. മുസ്ലിം എന്ന് പറഞ്ഞാൽ അഥവാ മുസ്ലിമിൻ്റെ താരീഫല്ല അത് ഖറജ മഖ്റജൽ ഗാലിബി, മുസ്ലിങ്ങൾ അധികം അങ്ങനെ ആവുന്നതാണ്, അല്ലാതെ മുസ്ലിമിൻ്റെ താരീഫല്ല കേട്ടോ. വൽ മുഹാജിറു മൻ ഹജറ, മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയ ആളുകൾ എന്നാണ്. പക്ഷേ ഹജറനെ വെടിഞ്ഞു എന്നല്ല അതിനർത്ഥം. ആരാണ് മുഹാജിർ? ഹിജ്റത്തു ലാഹിറ, ലാഹിറായ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഫിറാറു ബിദ്ദീനി മിനൽ ഫിതനി, ദീന് കൊണ്ട് ഓടലാണ് ഫിത്തനകളിൽ നിന്ന്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതുപോലെ, അതാണ് ഹിജ്റയുടെ ലാഹിറായ അർത്ഥം. ഇനി ഹിജ്റയുടെ ബാത്തിനായ അർത്ഥം ഹുവ തെർക്കുമാ തദൂ ഇലൈഹി നഫ്സു വശൈത്വാൻ, തിന്മകളെ വെടിയ. അപ്പോൾ രണ്ടർത്ഥമുണ്ട്, ലാഹിറായ അർത്ഥമാണ് ബാത്തിനായ അർത്ഥമാണ്. ഇവിടെ ബാത്തിനായ അർത്ഥമാണ് വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഹാദാ ലഫ്ലുൽ ബുഖാരി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലഫ്ലാണ്. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലഫ്ൽ എന്താണ്? ഇന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ മുസ്ലിമീന ഖൈർ ഖാല മൻ സലിമ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അതാണ് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ട്. ആറാമത്തെ ഹദീസ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വൽദിഹി വന്നാസി അജ്മഈൻ. ഈ ഹദീസിൻ്റെ ഒരാശയം നമുക്ക് പറയാം. അവൻ്റെ ഉമ്മയുടെ വിഷയത്തിലും ഉപ്പയുടെ വിഷയത്തിലും മക്കളുടെ വിഷയത്തിലൊക്കെ നബിതങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്യുക, അതാണ് അവിടെ. എട്ടാമത്തെ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസു മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വമൻ യക്റഹു അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ. ഹദീസ് ഒന്ന് വിശദീകരിക്കുക, ഇതൊക്കെ ഒരുപാട് നിങ്ങൾ പഠിച്ചതാണ്. വാൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടെ പോയി വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഖ തഅമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല. പത്താമത്തെ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയൻ വലാ നസ്റാനിയൻ സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. ലാ യസ്മഉ ബി, അഥവാ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട ഒരുത്തൻ കേട്ടോ, എന്നെക്കൊണ്ട് വിശ്വസിച്ചില്ല, അവർക്ക് നരകമുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഒന്ന് വിശ്വസിക്കാത്തവർക്ക് എന്തുണ്ട്? നരകമുണ്ട്. യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ. അപ്പോൾ ദഅവത്ത് എത്തുകയും ദഅവത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്തുണ്ട്? നരകമുണ്ട് എന്നാണ് അതിൻ്റെ ആശയം.
അപ്പോൾ ദഅവത്ത് എത്തിയിട്ട് ഒരാൾ വിശ്വസിക്കാതിരുന്നാൽ അവൻ എന്താണ്, നരകത്തിലാണ് കേട്ടോ. ഇതിനൊക്കെ വലിയ ആശയങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അത് അഖീദ ശറഉൽ അഖീദയിലൊക്കെ പഠിക്കേണ്ടതാണ്. وعن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم ثلاثة لهم أجران رجل من أهل الكتاب آمن بنبيه وآمن بمحمد. അപ്പോൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആൾ, അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ മൂസാ നബിയെ കൊണ്ടോ അല്ലെങ്കിൽ ഈസാ നബിയെ കൊണ്ടോ വിശ്വസിക്കുന്നവരാണ് അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ. പിന്നെയും അഹ്ലുൽ കിതാബ് ഒന്നും കൂടി വിശാലാണ്. അപ്പോൾ റജുലുൻ മിൻ അഹ്ലിൽ കിതാബ്, അപ്പോൾ അവരാദ്യം എന്ത് ചെയ്തു, ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു, പിന്നെ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, അല്ലെങ്കിൽ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു, പിന്നെ എന്ത് ചെയ്തു, നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. വൽ അബ്ദുൽ മംലൂക്കു, ഒരടിമ, ഇദാ അദ്ദാ ഹഖല്ലാഹി വഹഖ മവാലിഹി, അള്ളാഹുവിൻ്റെ ഹക്കും അവൻ്റെ ഉടമയുടെ ഹക്കും വെട്ടിയാൽ. വറജുലുൻ കാനത്ത് ഇൻദഹു അമതുൻ യതഉഹ ഫഅദ്ദബഹ ഫഅഹ്സന തഅദീബഹ, അവർക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീയെ അവർ വത്തുക ചെയ്യും. അത് മാത്രമല്ല, അതിനു വേണ്ടി മാത്രമല്ല, ഫഅദ്ദബഹ ഫഅഹ്സന തഅദീബഹ, അതോടൊപ്പം തന്നെ അവളെ നന്നായി പഠിപ്പിച്ച്, ഫഅഹ്സന തഅലീമഹ, നന്നായി പഠിപ്പിച്ചു, ഫഅതഖ സുമ്മ അതഖ, പിന്നെ അവരെ ഇത്തഖ ചെയ്തു, ഫതസവ്വജഹ, അവരെ എന്ത് ചെയ്തു, അവരെ മോചിപ്പിക്കുകയും ചെയ്തു, അവരെ എന്ത് ചെയ്തു, വിവാഹം കഴിക്കുകയും ചെയ്താൽ ഫലഹു അജ്റാനി, അവർക്ക് രണ്ടെന്തുണ്ട്. അപ്പോൾ ഒരു അടിമ സ്ത്രീയെ വെറുതെ എങ്ങനെ വെക്കല്ല, അവരെ നല്ല കോലത്തിൽ വിവാഹം ചെയ്തു. അപ്പോൾ 2. 12ാമത്തെ ഹദീസ്, ഉമിർതു അൻ ഉഖാതില الناس حتى أشهدوا أن لا إله إلا الله وأن محمدا رسول الله ويقيموا الصلاة ويؤتوا الزكاة وإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പറഞ്ഞിട്ടില്ല? ഇല്ലാ ബി ഹഖിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ഉമിർതു അൻ ഉഖാതില നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുറാദ് ബിൻ നാസി അബദത്തുൽ ഔസാൻ, ബിംബാരാധകരോട്. ആരല്ല? അഹ്ലു കിതാബിനോടല്ല. അപ്പോൾ ക്രിസ്ത്യാനികളോടും യഹൂദന്മാരോടും യുദ്ധം ചെയ്യരുത് എന്നല്ല, അഹ്ലു കിതാബ് മൂസാ നബി യഥാർത്ഥ അവരെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഇപ്പോഴത്തെ യഹൂദന്മാരും ക്രിസ്ത്യാനികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഹത്താ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയ്ക്കൊക്കെ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നിർത്തണം എന്നുള്ളതാണ്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ എന്ത് ചെയ്തു? സക്കാത്ത് നിഷേധിക്കുന്ന ആളുകൾക്കെതിരൊക്കെ യുദ്ധം ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി 13ാമത്തെ ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിമു അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി വലാ തഖ്ഫറുല്ലാഹ ഫീ ദിമ്മത്തിഹി. മുസ്ലിങ്ങൾ, ആ മുസ്ലിം അള്ളാഹുവിൻ്റെ ദിമ്മത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ദിമ്മത്തിലുമാണ്. അതുകൊണ്ട് ഖഫറ യഖ്ഫിറു എന്ന് പറഞ്ഞാൽ എന്താ? അജാറ, ആക്രമിക്കുക എന്നർത്ഥം. അവൻ്റെ ഉത്തരവ്, അവനെ ആക്രമിക്കരുത് കേട്ടോ.
ഐ ലാ തൻഖുദു അഹ്ദല്ലാഹി ഫി അഹ്ലി ദിമ്മത്തിഹി. അതാണ് ആശയം. മുസ്ലിങ്ങളെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. عن أبي هريرة رضي الله عنه قال أتى أعرابي النبي فقال دلني على عمل إذا عملته دخلت الجنة تعبد الله ولا تشرك به شيئا وتقيم الصلاة المكتوبة وتؤدي الزكاة المفروضة وتصوم رمضان. قال والذي نفسي بيده لا أزيد على هذا شيئا ولا أنقص منه. ولما بلغ قال النبي صلى الله عليه وسلم من سره أن ينظر إلى رجل من أهل الجنة فلينظر إلى هذا. وعن سفيان بن عبد الله الثقفي قال قلت يا رسول الله قل لي في الإسلام قولا لا أسأل عنه أحدا بعدك. وفي رواية قل آمنت بالله ثم استقم. إن الذين آمنوا ثم استقاموا ആയത്ത് വിശദീകരിക്കുമ്പോൾ അത് എഴുതണം കേട്ടോ. ثم استقاموا استغفروا ربكم ثم توبوا إليه. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة. അതിൻ്റെ ആശയമാണ് അത് آمنت بالله ثم استقيم. وعن طلحة بن عبيد الله قال جاء رجل إلى رسول الله صلى الله عليه وسلم من أهل نجد. നജിദിൽ നിന്നാണ് വരുന്നത്. ثائر الرأس എന്ന് പറഞ്ഞാൽ എന്താ? മുൻതശിരി ഷാരി റസി, മുടിയൊക്കെ അങ്ങനെ ആകെ എന്ത് ചെയ്തിക്കണ്, ആകെ കണ്ട് പാറി കളിച്ചിട്ടുണ്ട്. ദവി എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ സൗത്തുല്ലദീ ലാ യഫ്ഖഹു മിൻ ഷൈഉൻ മിൻ ദവി ദുബാബി വന്നഹരി. മനസ്സിലാവാത്ത ഇങ്ങനെ ഒരു സംസാരം. വലാ നഫ്ഖഹു മാ യഖൂലു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഹത്താ ദനാമിൻ റസൂൽ, നബി തങ്ങളുടെ അടുത്ത് വന്നു. വഇദാ ഹുവ യസ്അലു അനിൽ ഇസ്ലാം. അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസു സ്വലാത്തിൻ ഫിൽ യൗമി വൽ ലൈല. 5 നിസ്കാരം നിസ്കരിക്കണം രാത്രിയും പകലുമായിട്ട്. അപ്പോൾ ചോദിക്കുകയാണ് വഹൽ അലയ്യ, വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഫഖാല ലാ ഇല്ലാ അൻ തതവ, സുന്നത്ത് നിസ്കരിക്കുക. തതവ എന്തോ? ഫദക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിൻ്റെ ഹലാലിയ വഖാല ഇല്ലാ അൻ തതവ, സ്വതക്ക കൊടുക്കാണ്ട് പറഞ്ഞു. ഖാല ഫഅദ്ബറ റജുലു വഖൂലു വല്ലാഹു ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു മിൻഹു. ഖാല റസൂലുള്ളാഹി അഫ്ലഹ റജുലുൻ സദഖ. പതിനേഴാമത്തെ ഹദീസ് ഇന്ന വഫ്ദ അബ്ദി ഖൈസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഈ മിഷ്കാത്ത് കൊണ്ടുള്ള ഓരോ ഹദീസ് ഗ്രന്ഥം കൊണ്ടുള്ള ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ മിഷ്കാത്തിൽ നമ്മളൊന്നും കൂടി റിയാദു സ്വാലിഹീൻ ഒന്നും കൂടി കയറി. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓരോ റാവിമാരെക്കുറിച്ചും പഠിക്കണം. ആരാണ് അവരെന്ന് പഠിച്ചു തുടങ്ങണം, എന്നാലേ നമുക്ക് ശരിക്കും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കിൽ നോക്കണം. ഇന്ന വഫ്ദ അബ്ദി ഖൈസ്, വഫ്ദ് അബ്ദുൽ ഖൈസ്. നിങ്ങൾ തമദ്ദുനൊക്കെ പഠിക്കുന്ന ആളായതുകൊണ്ട് അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ അഷദ് അബ്ദുൽ ഖൈസിൻ്റെ നേതൃത്വത്തിലുള്ള 14 ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഖാല റസൂലുള്ളാഹി മനിൽ ഖൗം മനിൽ വഫ്ദ് ഖാലു റബിയ മർഹബൻ ബിൽ ഖൗം ഗൈറ ഖസായ വലാ നദാമ. അതൊരു പ്രയോഗമാണ്. ഖസായ എന്ന് പറഞ്ഞാൽ ഖിസി, പരാജയം കേട്ടോ. ഈ അറബികൾ റബിയ ഗോത്രത്തിൽപ്പെട്ടവരാണ് കേട്ടോ. അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ റബിയ ഗോത്രത്തിൽപ്പെട്ടവരാണ്. റബിയ എന്ന് പറഞ്ഞാൽ വലിയ ഗോത്രമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മുദർ ഗോത്രം, ഒരു ഭാഗത്ത് റബിയ ഗോത്രം കേട്ടോ. ആപ്പാസിറ്റ്, രണ്ട് തമ്മിൽ പരസ്പരം തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് റബിയ, ഒരു ഭാഗത്ത് മുദർ, ആപ്പാസിറ്റാണ്.
അപ്പോൾ ഖൈസ് റബിയ ഗോത്രത്തിൽപ്പെട്ടായിരുന്നു. അപ്പോൾ ഖസായ എന്ന് പറഞ്ഞാൽ നഗാമ വളരെ സന്തോഷപൂർവ്വം കടന്നു വരും. ഖാലൂ യാ റസൂലല്ലാഹി ഇന്നാ ലനസ്തതിഉ അൻ നഅതീക ഇല്ലാ ബിശഹ്രിൽ ഹറാം വബൈന ഹാദൽ ഹയ്യ് മിൻ കുഫാരി മുദർ. ഞങ്ങൾക്ക് ഷഹറുൽ ഹറാമിൽ വരാം, ഈ ഹറാമിൻ്റെ മാസങ്ങളിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, യുദ്ധമില്ലാത്ത മാസങ്ങളിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. കാരണം എന്താ, അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഞങ്ങളുടെ ശത്രുക്കൾ മുറിച്ച് കടന്നുകൊണ്ട് വരണം. കുഫാർ മുദർ, അതോ ഖുറൈശി കുഫാറുകൾ ഞങ്ങളെ തടഞ്ഞു വെക്കും. ഇപ്പം മുർന ബി അംറിൻ ഫസലിൻ, ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരണം, എല്ലാം ഉൾക്കൊള്ളുന്ന ഫസൽ. അല്ലേ, ഫസൽ എന്ന് പറഞ്ഞാൽ എന്താ, അൽ ഫാസിൽ യഫ്സിലു ബൈനൽ ഹഖ് വൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ അതാണ് ഫസൽ. നഖ്ബിറു ബിഹി മൻ ബറാഅന, ഞങ്ങൾക്ക് പുറകിലുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നാണല്ലോ, അപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് വനദഖല ബിഹിൽ ജന്ന ഫസഅലൂഹു, അവർ ചോദിച്ചു അൽ അശ്രിബ, അശ്രിബത്തിനെ കുറിച്ച് ചോദിച്ചു. ഫാമറഹും ബിർഅർബഇ വനഹാഹും അൻ അർബഇൻ ഫാമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹ്. അപ്പോൾ അവരോട് 4 കാര്യങ്ങൾ കൽപ്പിക്കുകയും ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് എന്തൊക്കെ കുടിക്കാൻ പറ്റൂ എന്നുള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരിൽ നിന്ന് വനഹാഹും അനിൽ അർബഇ, 4 കാര്യങ്ങളെ തൊട്ട് അവരെന്ത് ചെയ്തു, അവരെ തടഞ്ഞു. ഹൻതം, അപ്പോൾ അശ്രീബത്ത് എന്ന് പറഞ്ഞാൽ അവർ കുടിച്ചിരുന്ന പാനീയങ്ങളെക്കുറിച്ച്, വ്യത്യസ്ത സമയങ്ങളിൽ അവർ കുടിച്ചിരുന്ന പാനീയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു മാത്രം. അപ്പോൾ ഫഅമറഹും ബി അർബഈൻ, 4 കാര്യങ്ങളെക്കുറിച്ച് അവരോട് കൽപ്പിക്കാൻ പറഞ്ഞു. വനഹാഹും അൻ അർബഈൻ, 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞു കേട്ടോ. ഏതൊക്കെയാണ് പാനീയങ്ങൾ എന്നറിയോ? ഹൻതം, ഒരു തരം കള്ളാണ് കേട്ടോ. ദുബാ, നഖീർ, പക്ഷെ അതിൻ്റെ ആണെങ്കിൽ മുസഫത്ത്, ഇതൊന്നും കുടിക്കാൻ പാടില്ല. ഇതിൻ്റെ അർത്ഥമാണ് നമുക്ക് പിന്നെ പറയാം. ഫഖാല ഇഹ്ഫളൂഹുന്ന ഫഅഖ്ബിറൂ ബിഹിന്ന മൻ വറാഅക്കും, അത് കുടിക്കാൻ പാടില്ല, വേണമെങ്കിൽ നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞു കൊടുത്താൽ. وعن عبادة بن الصامت قال قال رسول الله صلى الله عليه وسلم وحوله عصابة من أصحابه بايعوني على أن لا تشركوا بالله شيئا ولا تسرقوا ولا تزنوا ولا تقتلوا أولادكم ولا تأتوا ببهتان تفترونه بين أيديكم وأرجلكم. ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കാൻ പാടില്ല, പച്ചനുണകൾ പറയാൻ പാടില്ല. വലാ തഅസൗ ഫീ മഅറൂഫിൻ, ഒരു നന്മയിൽ നിങ്ങൾ എതിരാകാൻ പാടില്ല. ഇവരോട് ഫുള്ള് മൻഹിയാത്താണ് കൽപ്പിച്ചത്. മൻഹിയാത്തിനെ തൊട്ട് വിരോധിക്കാനാണ് പറഞ്ഞത്, മഅ്മൂറാത്തല്ല.
അന്നൽ കഫ ഐസറു മിൻ ഇൻഷായി ഫഴലിൻ, ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ കഫാണ് ഏറ്റവും നല്ലത്. അതാണ് ഫമൻ വഫ മിൻകും വാജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും ഇതൊക്കെ നല്ലപോലെ പൂർത്തീകരിച്ചാൽ അള്ളാഹു കൂലി തരും. വമൻ അസാബ മിൻ ദാലിക ചെയ്യാൻ, എന്തെങ്കിലും കുറവ് വരുത്തിയാൽ അവന് ശിക്ഷ കിട്ടും. വഹുവ കഫാറത്തുൽ ലഹു വമൻ അസാബ മിൻ ദാലിക ചെയ്യാൻ സുമ്മ സതറഹു അല്ലാഹു ബിദ്ദുനിയ ഫഹുവ ഇലല്ലാഹി ഇൻഷാ അല്ലാഹു അഫാ അൻഹു വ ഇൻഷാ അഖബഹു ഫബായഅനാ അലാ ദാലിക. അവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.